ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺ വോയിസ് വ്ളോഗ് ചെയ്യാന്ന് ഓർത്തൊരു പരിപാടി. അപ്പോൾ ഇതുവരെ ചെയ്തേക്കണ എല്ലാം ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നമ്മൾ പിന്നെ വോയിസ് ഓവർ ആഡ് ചെയ്യണ പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്ന് ഒരെണ്ണം വീഡിയോയിൽ തന്നെ ഒരു വ്ളോഗ് ചെയ്യാന്ന് ഓർത്തിട്ടുള്ള പരിപാടിയാണ്. വേറൊന്നുമില്ല, ഇന്നത്തെ പരിപാടികളൊക്കെ കാണിക്കാനായിട്ടാണ്. നമുക്ക് ഫസ്റ്റ് വണ്ടി ഒന്ന് കഴുകണമെന്ന്. കുറച്ച് ദിവസം ആയിരുന്നു കഴുകിയിട്ട്, ആകെ ചെളിയായിട്ട് നിൽക്കുക. കുറച്ചു നേരം കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് എടുക്കാം. കുറേ നാളായി നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണിച്ചിട്ട്. ഉണ്ണിക്കണ്ണൻ ഇവിടെ ഉണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ ഓയിലൊക്കെ ഒന്ന് മാറ്റാൻ കൊണ്ടുപോകണം. ആ ഇൻഡിക്കേറ്റർ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം എന്താ ഇവിടെ ഇരുന്ന് മഴ പെയ്തപ്പോൾ വണ്ടി അങ്ങ് മറിഞ്ഞ് കയറിയതാ. സൈഡിലേക്ക് കയറ്റി വയ്ക്കാൻ മറന്നുപോയി. അപ്പം നമുക്ക് പോവാം. നമുക്ക് പുറത്തു പോയിട്ട് നമ്മുടെ കൂട്ടുകാരൻ മോനെയും കൂടെയും വിളിക്കാനുണ്ട്. മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരാ, അങ്ങനെ എല്ലാവരും മോനെയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്തിട്ട് ആദ്യം കുറച്ച് കാറ്റടിക്കണം. അത് മോനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനും മോനും കൂടെ നേരെ പോവാ. ഇനി ചെന്നിട്ട് ബാക്കി കാണിക്കാം. നമ്മുടെ വണ്ടിയിലെ ഒരു ലൈറ്റിന്റെ സിമ്പിള് ഇത് കുറെ ആയി കിടക്കുന്നു, ഇതുവരെ പോയിട്ടില്ല. ഒന്ന് ബൾബ് മാറ്റി കിട്ടിയതാ. ഇതറാ സീറ്റ് ബെൽറ്റ്. പേടിയായി ശബ്ദം കേൾക്കുമ്പോ. അങ്ങനെ നമ്മുടെ മെയിൻ സ്ഥലത്തെത്തി. ത്രിവേണി ടയർ ഗാരേജ്. കാറ്റടിക്കണു. കാറ്റടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോവാം. കാറ്റ് വളരെ കുറവായിരുന്നു എന്ന് തോന്നണം. അപ്പോൾ നമ്മൾ നേരത്തെ ടൗണിൽ കയറി. ഇനി നേരെ നമ്മുടെ കാർ വാഷിലേക്ക് പോകണം. അപ്പം ഇങ്ങോട്ട് കാണിച്ചു. ഇന്നലെ പാലം ബ്ലോക്കായിരുന്നു. ഇന്ന് തുറന്നിട്ടുണ്ട്. ഇവിടെ ശനി ഞായറും മോശം ടൗണിലേക്കൊന്നും ഇറങ്ങണ കാര്യം, ചിന്തിക്കണ കാര്യം ആലോചിക്കാനേ പറ്റില്ല. അത്രയ്ക്കും ബ്ലോക്കാ. പുതിയ റോഡൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് വലിയ കാര്യമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. എന്താ പറഞ്ഞ മോനെ? ഇതാണ് പുതിയ പണിതേക്കണ റോഡ്. ഇവിടെ ഓരോ സ്ഥലത്തുണ്ട് യൂ ടേൺ വെച്ചേക്കണാണ്. ഇവിടെ നോക്കി, ഇതൊക്കെ ഏതൊക്കെയോ സ്ഥലത്ത് ഇവന്മാരുടെ എന്തോ ഇഷ്ടത്തിന് കൊണ്ടുപോയി യൂ ടേൺ വെച്ചേക്കണ മാതിരി ഉണ്ട്. എന്തൊക്കെയാ കാണിച്ചേക്കണേന്ന് തമ്പുരാനും മാത്രം അറിയാം. ഈ ഭാഗമൊക്കെ ശരിക്കും മുന്നേ ആയിരുന്നു കുറച്ചുകൂടെ നല്ലത് തോന്നുന്നുണ്ട്. അവിടുത്തെ ടേണൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പാടാ. അവിടെ കാണിച്ചടാ, അവിടെ നിന്നൊക്കെ വണ്ടി വീശി വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ഇരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഒരുമാതിരി അലൈൻമെന്റ് തെറ്റി ഉണ്ടാക്കിയ മാതിരിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ മാളിലുള്ള കാർ വാഷിലേക്കാണ് പോകുന്നത്. മാളിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെയാണ് കാർ വാഷ്. അപ്പോൾ അതേ ഇവിടെ നിന്ന് നമ്മൾ വണ്ടിയൊക്കെ കഴുകി ഇറക്കിയിട്ടുണ്ട്. കഴുകി കഴിഞ്ഞത്തേക്ക് നല്ല സുന്ദരിയായിട്ടുണ്ട് വണ്ടി. ഫുള്ള് വൃത്തിയാക്കി ഇനി വീട്ടിൽ കൊണ്ടുപോയിടാം, പുറത്തിറക്കണ്ട. അപ്പോൾ അതേ വൈകുന്നേരത്തേക്ക് നമ്മൾ കാക്കൂരത്തെ റൈസ് കാണാൻ പോവാ. ഫോട്ടോ എടുത്താൽ മതി.